في القلب مشاعر أخشتات من دون نعيم الآيات نرتاد لنحفظها الحلقة. വാമിങ്ങിന്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ട്. അഭിപ്രായങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ആ വീടിന്റെ ഫുൾ വീഡിയോയുടെ വിശേഷങ്ങളായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആദ്യം നമ്മൾ കയറി വരുമ്പോൾ സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് കയറി വന്നാല് ഒരു വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ട് ആണുള്ളത്. അതിന് രണ്ട് ഇങ്ങനെ ചെയറായിട്ട് കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ഡിസൈനോട് കൂടിയിട്ടുള്ള ചെയറാണ്. ഫുള്ളി ലൈറ്റോട് കൂടിയ സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇത് സിറ്റ് ഔട്ടിലുള്ള ലൈറ്റാണ്. ഞാൻ ആ വീഡിയോ എടുക്കണ അന്ന് ആ ലൈറ്റ് വെച്ചിട്ടില്ലായിരുന്നു, പിന്നെ വെച്ചപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തതാണേ. അപ്പൊ നമുക്ക് ഉള്ളിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ഡോറിന്റെ ഡിസൈനിനെ കുറിച്ച് സംസാരിക്കാം. ഒരു സിമ്പിൾ ആയിട്ട് എലഗന്റ് ലുക്കിലുള്ള നല്ലൊരു പ്രീമിയം ലുക്കോട് കൂടി വന്നിട്ടുള്ള ഒരു ഡോർ ആണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അകത്ത് നിന്നിട്ട് പുറത്ത് കാണാനുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാൻഡിൽസ് ഉണ്ട്. അതുപോലെ നല്ല മാച്ച് ചെയ്ത് പോകുന്ന രണ്ട് കളർ കോംബോ ആണ്. അതിങ്ങനെ ഹാൻഡിൽസ് തിരിച്ചാൽ നമുക്ക് ഓപ്പൺ ചെയ്ത് ഉള്ളിലേക്ക് കയറാം. അതുപോലെ തന്നെ ഈ ഡോറ് ഓപ്പണിങ് ഇതാ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലിക്കാണ്. അതോടുകൂടി ഈ ഡോറ് ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏരിയയിലേക്കാണ് സോഫ സെറ്റും യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാനുള്ള അറേഞ്ച്മെന്റോട് കൂടിയിട്ടുള്ള ഒരു സോഫ ഏരിയ, കൂടെ ഒരു ടീപ്പോയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഡെക്കോറേറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. മുകളും നല്ല നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റിംഗ് പോയിന്റുകളും കാര്യങ്ങളും അതും ചെയ്തിട്ടുണ്ട്. നമ്മൾ കേറുന്നത് നെക്സ്റ്റ് ഡൈനിങ് ഹാളിലേക്കാണ്. 8 സീറ്റിനോട് കൂടിയിട്ടുള്ള വിശാലമായ അത്യാവശ്യം നല്ലൊരു സ്പേസോട് കൂടിയിട്ടുള്ള ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഡൈനിങ് ഹാൾ ഏറ്റവും കൂടുതൽ മനോഹരമാക്കുന്നത് ഇതാ ഈ സ്റ്റെയർകേസ് തന്നെയാണ്. നല്ലൊരു മനോഹരമായിട്ടുള്ള സ്റ്റെയർകേസ് ആണ്. മുകളിൽ നല്ലൊരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് WPCയിലുള്ള ഫ്ലൂട്ടർ വാൾ പാനൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡബിൾ ലൈറ്റോട് കൂടിയിട്ടുള്ള വാഷ് ബേസിന്റെ മിറർ ആണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഷോക്കേസ് പോലത്തെ ഒരു യൂണിറ്റ് നൽകിയിട്ടുണ്ട്. നല്ലൊരു എലഗന്റ് തീമിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ സിമ്പിൾ ആണ്, പക്ഷെങ്കിൽ ബ്യൂട്ടിഫുൾ ആണ്. അത്രയാണ് നമ്മുടെ ഡൈനിങ് ഹാളിന്റെ വിശേഷങ്ങൾ. മനോഹരമായിട്ടുള്ള ലൈറ്റ് പോയിന്റ്സ് ആണ് ഇവിടെ ഭയങ്കര അട്രാക്റ്റീവ് ആക്കുന്നത്. നൈറ്റിൽ ഷൂട്ട് ചെയ്യാന്നുള്ള തീരുമാനത്തിന്റെ തന്നെ കാരണം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ നൈറ്റ് തന്നെ വേണം കേട്ടോ. ലൈറ്റിംഗ് ഇട്ടൊക്കെ ഭംഗി കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മാസ്റ്റർ ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ആണ് ഇവിടെ. അതുപോലെ തന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് ഒരു ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ആണ്. ഈ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത്രയും പ്രൈവസിയിലാണ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോ തന്നെ ഫസ്റ്റ് ഉള്ളത് ടോയ്ലറ്റ് ആണ്. ഈ ഒരു സൈഡിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് അത്രയും പ്രൈവസി ആണ്. ബെഡിലേക്കുള്ള പ്രൈവസി, അതായത് പെട്ടെന്ന് ഒരാൾ തുറന്നാല് നമുക്ക് ബെഡിലേക്ക് കാണാൻ വേണ്ടി പറ്റില്ല. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണ്. അതുപോലെ തന്നെ ഇവിടെയും ലൈറ്റ് പോയിന്റുകൾ മനോഹരമാക്കിയിട്ടുണ്ട്. യൂണിറ്റ് ആണ് ഈ വാൾ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വീടിന്റെ പ്രത്യേകത ആയിട്ട് എനിക്ക് തോന്നിയത് കറ്റുമ്പി കാണിച്ചു തരാം. അതായത് ഈ വീടിന്റെ അത്യാവശ്യം എല്ലാ വിൻഡോസും കൊടുത്തിട്ടുള്ളത് സ്ലൈഡിങ് വിൻഡോസ് ആണ് എല്ലായിടത്തും കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഒരു പ്രത്യേകത ആയിട്ട് തോന്നിയിട്ടുണ്ട്. നല്ല വെളിച്ചം കാറ്റ് കിട്ടാൻ വേണ്ടിട്ട് മോർണിംഗ് നല്ല ഭംഗിയായിട്ട് കാണാന് ഞാൻ താഴത്ത് കൊടുക്കാം. മോർണിംഗത്തെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ടോയ്ലറ്റ് വന്നിട്ടുള്ളത് ഇതിന്റെ കളർ തീമാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത് കേട്ടോ. ഒരു മുകളിലോട്ട് പോയി വെക്കാലോ. ഏറ്റവും ഈ വീടിന്റെ മനോഹാരിത എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ സ്റ്റെയർകേസിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ്സും അതുപോലെ തന്നെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്പേസ് കൂടെയാണ് കേട്ടത്. ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട അങ്ങോട്ട് ഡൈനിങ് ഹാളിലേക്കുള്ള ഒരു കാഴ്ച കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഡിസൈനിങ് ആണ്. ഇവിടെ നോക്കുമ്പോൾ നല്ലൊരു ലൈറ്റിനോട് ചേർന്നിട്ടുള്ള ഒരു ഇതാണ്. ഭംഗിയായിട്ട് കയറി വരുമ്പോൾ അത്യാവശ്യത്തിന് വലിയ ഡൈനിങ് ഹാളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു വിൻഡോ ഉണ്ട്. ഇത് പുറത്തേക്കുള്ള ഏരിയ ആണ്. ഓപ്പൺ ടെറസിലേക്കുള്ള ഏരിയ ആണ്. മാസ്റ്റർ ബെഡ്റൂം, ഇത് ഒരു സെക്കൻഡ് ബെഡ്റൂം. അതുപോലെ തന്നെ ഇതാണ് നെക്സ്റ്റ് ഓപ്പണിംഗ്, അതായത് പുറത്തേക്കുള്ളതാണ്.
അത്യാവശ്യം താഴെ സിറ്റ് ഔട്ടിന്റെ അതേ ഒരു സ്പേസിലാണ് മുകളിൽ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ളതാണ്. അത്യാവശ്യത്തിൽ അധികം ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സിറ്റിംഗ് ഏരിയ നല്ലൊരു ഭംഗിയോട് കൂടിയ സിറ്റിംഗ് ഏരിയ ഉണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ്. മുകളിൽ വന്നിട്ടുള്ളത് 3 ബെഡ്റൂംസ് ആണ്. അതുപോലെ തന്നെ കോമൺ ടോയ്ലറ്റും വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ബെഡ്റൂമത്തെ വിശേഷങ്ങളും കണ്ടിട്ട് വരാം. അപ്പോ നമുക്ക് മേലത്തെ ഫസ്റ്റ് ബെഡ്റൂമത്തെ വിശേഷങ്ങൾ കാണാം. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഇത് നമ്മുടെ ഒരു റൗണ്ടിലുള്ള ഇതാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ഭംഗി മോർണിംഗിലൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാന്. അതുപോലെ തന്നെ ആ സൈഡിൽ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് വലിയൊരു അതുപോലെ തന്നെ ഇവിടെ വിൻഡോ ഉണ്ട്, ഇവിടെ ടോയ്ലറ്റ് ഉണ്ട്. ഇതൊരു ബ്ലൂ കളർ തീമിൽ വന്നിട്ടുള്ള ടോയ്ലറ്റ് ആണ്. ഒരു കുഞ്ഞു വാഷ് ബേസും അതുപോലെ തന്നെ ഈ ഡോറിന്റെ ഡിസൈൻ ഒക്കെ എടുത്തു പറഞ്ഞിട്ടോ. നല്ലൊരു സിമ്പിൾ ആണ്, പക്ഷെ നല്ല സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു സ്നേഹത്തോടുള്ള ഡിസൈൻസ് ആണ്. നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈൻസ് ആണ്. ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ബെഡ്റൂം പോവാം. ഇതാണ് സെക്കൻഡ് റൂം. ഇത് അത്യാവശ്യം നല്ലൊരു ബെഡ്റൂമാണ്. ഇതിലൊരു ബാഗിന്റെ കൊടുത്തിട്ടുണ്ട് നമുക്ക് സിറ്റിങ്ങിനായിട്ടുള്ള. അത്യാവശ്യം കമ്പാരിറ്റീവ്ലി മറ്റു റൂമിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് ചെറുതാണ്, പക്ഷേ എന്നാലും അത്യാവശ്യം സ്പേസ് ഉണ്ട് കേട്ടോ. കട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ സ്ലൈഡിംഗ് വിൻഡോസ് തന്നെയായിട്ടാണ് ഫുള്ള് കൊടുത്തിട്ടുള്ള. സ്ലൈഡിംഗ് വിൻഡോസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2 വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് തേർഡ് ബെഡ്റൂം പോവാം. ഇവിടെ ആയിട്ടാണ് നമ്മളെ കോമൺ ടോയ്ലറ്റ് വരുന്നത്. തേർഡ് ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള റൂമാണ് കേട്ടോ. നമ്മളെ താഴത്തെ മാസ്റ്റർ ബെഡ്റൂമിന്റെ നേരെ മുകളിലുള്ള റൂമാണ്. അത്യാവശ്യം നല്ല വിശാലമായിട്ടുണ്ട്. ഇത് 2 ഗേറ്റ് ഹൗസ് വരുന്നത്. ഇപ്പൊ ഇവിടെ സർപ്രൈസ് ഉണ്ട്. ഇവിടെ നല്ല തണുപ്പാട്ടോ സമയത്ത്. നല്ല മഴയാണ് ഇപ്പോ, അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള എന്നാൽ അത്യാവശ്യം സ്പേസ് ഉള്ള രീതിയിലുള്ള ഒരു ബാൽക്കണിയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പുറം വശം എന്നുള്ളതൊരു പാടവും കാര്യങ്ങളൊക്കെ ഉള്ളതായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പോയിന്റ് ആണത്. വയലിൻ്റെയൊക്കെ നോക്കിയിട്ട് നല്ലൊരു ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീടിന് വേറെ പ്രത്യേകതയാണ് ഇതിന്റെ അടിപൊളി കിച്ചൺ കേട്ടോ. ഒന്ന് നോക്കാം. നല്ല സ്പേസുള്ള ഒറ്റ കിച്ചണുള്ളൂ എന്നുള്ളതാണ് ഈ ചെറിയ വീട്ടിൽ പ്രത്യേകത. വേറെ വർക്കിന് കാര്യങ്ങളൊന്നുമില്ല, ഒറ്റ കിച്ചണുള്ളൂ. അതിന്റെ നല്ല അത്യാവശ്യം നല്ല സ്പേസോടും കൂടി മനോഹരമായി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള 4 ചെയറോട് കൂടി ഒരു കുഞ്ഞു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെയാണ് ഫ്രിഡ്ജിന്റെ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയ സ്റ്റോറേജ് സ്പേസസും താഴെ മുകളിലും അതുപോലെ തന്നെ ഇവിടെ കേട്ടോ കാണിച്ചു. ഈ മുകളിൽ സൈഡൊക്കെ ഫുള്ള് റേക്കാളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഗ്യാസിന്റെ തൊട്ടടുത്തായിട്ട് ഒരു സ്ലൈഡിങ് വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടുള്ള യൂണിറ്റുകളൊക്കെ തന്നെയാണ് ഉള്ളത്. ഒരു ഒറ്റ സിങ്കാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ടാപ്പും അത്യാവശ്യം നല്ലൊരു സ്പേസോട് കൂടിയിട്ടുള്ള വലിയ സിങ്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രാനൈറ്റോട് കൂടിയിട്ടുള്ള ടേബിൾ ടോപ്പാണ് ഇവിടെ ഉള്ളത്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടി ഒരു വലിയ കിച്ചൺ, ചിമ്മിനിയോട് കൂടിയിട്ടുള്ള ഒരു വിറകടുപ്പ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുകയില്ലാത്ത അടുപ്പ്. അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ചിമ്മിനി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു മനോഹരമായിട്ടുള്ള ഷെൽഫാണ് കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിംഗ് ഡോറോട് കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ
ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വീടിന്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും റിക്വസ്റ്റ് പ്രകാരമാണ് ഈ വീടിന്റെ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇത് നൈറ്റ് വ്യൂ ആണ്, മോർണിംഗ് വ്യൂവിന്റെ വീഡിയോ ആണ്. ലാസ്റ്റ് ഞാൻ അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ മനോഹരമായിട്ട് രാത്രിയിലത്തെ വീഡിയോ ആയിരിക്കും എന്നുള്ളത്. അതുകൊണ്ടാണ് രാത്രിത്തെ വീഡിയോയിലാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. പകല് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്, അതും കൂടി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ. لن أعبأ فيها ستكون بأيامي برقة حياتي قبل الحلقات تيه بضياع بشتاتي من دون نعيم الآيات أرتاد لنحفظ